അവിടെ ഇരുന്നു. രാത്രി 10:30 മണിയോടെ ഞാൻ വീട്ടിലെത്തി. രാവിലെ പത്രം വായിച്ചപ്പോഴാണ് മിനി പോയ ബസ് ആക്സിഡന്റ് ആയ വിവരം അറിഞ്ഞത്. പിന്നെ അവളെ കാണാനില്ലെന്നറിഞ്ഞു. അവൾ മരിച്ചെന്നറിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നുപോയി. പക്ഷേ ഇന്ന് രാവിലെ പത്രത്തിൽ നിന്നാണ് മിനി എസ്റ്റേറ്റ് കവലയിൽ 4:30 മണിക്ക് ബസ് ഇറങ്ങിയതിന് തെളിവുണ്ടെന്ന് മനസ്സിലായത്. എനിക്കെല്ലാം വ്യക്തമായി. റാം മോഹൻ വീട്ടിലുണ്ടായിരുന്നപ്പോഴായിരിക്കണം അവൾ അവിടെ എത്തിയത്. അവൾ എല്ലാം കണ്ടു കാണും. രഹസ്യം പുറത്താകാതിരിക്കാൻ വേണ്ടി റാം മോഹൻ അവളെ കൊന്നു കാണും. എനിക്കെല്ലാം ബോധ്യമായെങ്കിലും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഭാര്യയുടെ ചാരിത്രം പരിശോധിക്കാൻ ഭർത്താവ് ഒളിച്ചിരുന്നെന്ന് പോലീസിനോട് പറയണോ? പറഞ്ഞില്ലെങ്കിൽ റാം മോഹൻ രക്ഷപ്പെടും. അവൾ ചെയ്തതെല്ലാം ക്ഷമിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ അവൻ രക്ഷപ്പെടരുത്. ഒടുവിൽ പേര് പറയാതെ ഞാൻ പോലീസിലേക്ക് ഫോൺ ചെയ്തു. പോലീസ് റാം മോഹനെ പിടിച്ചാൽ എല്ലാം തെളിയും. ഇതാണ് സത്യം. റാം മോഹനാണ് എന്റെ മകളെ കൊന്നത്. റാം മോഹനാണ്. റാം മോഹൻ. മേനോൻ പറഞ്ഞത് മുഴുവനായി വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. മിനി വന്ന് വെല്ലടിച്ചപ്പോൾ റാംമോഹൻ പിന്നിൽ കൂടി രക്ഷപ്പെടാനല്ലേ സാധ്യത? സർ, മിനി അവനറിയാതെ വീട്ടിനകത്ത് ചെന്നിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മിനി വീട്ടിലെത്തുന്നത് 4:30ക്കും 5:00നും ഇടയ്ക്കാണ്. പവർ കട്ടുള്ള സമയമായതുകൊണ്ട് ബെല്ല് വർക്ക് ചെയ്തിരിക്കില്ല. ആ എക്സ്പ്ലനേഷൻ ശരിയാണ്. പക്ഷെ റാംമോഹൻ ആയിരിക്കില്ല കൊല നടത്തിയത്. അയാൾക്ക് 5:30 മണിക്ക് മുമ്പേ ഡെഡ് ബോഡിയുമായി എസ്റ്റേറ്റിലൂടെ പോകാൻ പറ്റുമോ? സാർ, അത് പിന്നീട് ഒന്ന് മാറ്റിക്കൂടെ? അയാളുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട്. ആകാം. പക്ഷെ ബോഡി അവിടെ ഇട്ടിട്ട് രാംമോഹന് പോകാൻ കഴിയുമോ? എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് പോയിക്കൂടെ? പോകാം. പക്ഷെ അതിനുശേഷമുള്ള രാംമോഹന്റെ പെരുമാറ്റവും ശ്രദ്ധിക്കണം. 5:15 മണിക്ക് അയാൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. അപ്പോ 4:45 അയാൾ മേനോന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. മിനി 4:30 മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. കൊല ചെയ്തത് റാംമോഹനാണെങ്കിൽ അത് 4:30ക്കും 4:45 ഇടയ്ക്കായിരിക്കണം. പക്ഷെ അതിനുശേഷമുള്ള റാംമോഹന്റെ നീക്കങ്ങൾ ആ വഴിക്ക് സൂചന നൽകുന്നില്ല. അയാളുടെ പെരുമാറ്റം ഒരു കൊലപാതകിയുടേതായിരുന്നുമില്ല. വീട്ടിൽ ചെന്ന് കുളിച്ച് സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നതിനെ പറ്റി ഡെഡ് ബോഡി മറവയുന്നതിന് മുമ്പേ അയാൾക്ക് ആലോചിക്കാൻ പറ്റുമോ? 7 മണിക്കും 8:30ക്കും ഇടയ്ക്കാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ഇട്ടിരിക്കുന്നത്. പിന്നെ അയാൾ രാജഗോപാലിന്റെ കാറന്തിന് വാങ്ങി. അതിനു മുമ്പ് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ആരാണ് റാംമോഹന് തുടർച്ചയായി ഫോൺ ചെയ്തത്? മിക്കവാറും ഇങ്ങനെയായിരിക്കണം സംഭവിച്ചത്. മിനി എസ്റ്റേറ്റ് കവലയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോയി. താനാണെങ്കിൽ എന്നോട് വരാൻ പറഞ്ഞില്ല. 4:30 കഴിഞ്ഞു എനിക്ക് പോണം. സന്ധ്യ കഴിഞ്ഞിട്ട് പോയാൽ മതി. 8 മണി വരെ ആരും വരില്ല. പോകാൻ ഇഷ്ടമായിട്ടാണോ? ഓഫീസിൽ നിന്ന് 5-6 ഫയൽ എടുക്കണം. നാളെ തിരുവനന്തപുരത്തിന് കൊണ്ടുപോകണ്ട. എങ്കിൽ ഫയൽ എടുത്തോണ്ട് വരായിരുന്നില്ലേ? നന്നായി. എന്നിട്ട് അതെങ്ങാനും ഇവിടെ വെച്ച് മറക്കണം. നിന്റെ മേനം ഒന്ന് കാണുകയും ചെയ്യണം.